എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. കുറേയായി ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. പക്ഷെ അതിനുള്ള ഒരു ടൈം കിട്ടാറില്ല. പിന്നെ അവസാനം ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ ഷൂട്ട് ചെയ്യാമെന്ന്. കാര്യം എന്നോട് കുറേ പേര് ചോദിച്ചിരുന്നു, ചേച്ചി 2 ജോലിയൊക്കെ എങ്ങനെ മാനേജ് ചെയ്ത് പോകുന്നു എന്ന്. അപ്പം ഞാൻ ഓർത്തു ഇന്നാകുമ്പോൾ എനിക്ക് 2 ജോലിയുണ്ട്. അപ്പോൾ എൻ്റെ 2 ജോലിയുള്ള ഒരു ദിവസം എങ്ങനെയാണ് പോകുന്നതെന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഞാൻ ഇന്ന് ആദ്യത്തെ ജോലിക്ക് പോകാനായിട്ട് റെഡി ആവുന്ന ഒരു സീനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് 8:30ക്കാണ് ഷിഫ്റ്റ്. അപ്പോൾ ആദ്യത്തെ ജോലി എന്ന് പറഞ്ഞത് ഒരു ടീച്ചിങ് ജോബാണ്. ഞാൻ പഠിക്കുന്നത് ഒരു ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷനാണ്. ഇപ്പോൾ കൊച്ചു കുട്ടികളെ പഠിപ്പിക്കലാണ് എൻ്റെ ആദ്യത്തെ ജോലി എന്ന് പറയുന്നത്. 3 to 5 year old ആയിട്ടുള്ള കൊച്ചുങ്ങളെ. ഇപ്പോൾ മോർണിംഗ് തന്നെ നേരത്തെ എണീച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു ചടങ്ങാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ചെറുതായിട്ട് ടോസ്റ്റൊക്കെയാണ് ഉണ്ടാക്കാറ്. കാര്യം പറഞ്ഞാൽ അതാണ് എളുപ്പം. വലിയ ഇഷ്ടമൊന്നും അല്ലെങ്കിലും എളുപ്പമാണ്, ഹെൽത്തി ആണെന്ന് ഓർത്തതുകൊണ്ട് മാത്രം അത് കഴിക്കുന്നതാണ്. പിന്നെ പാൽ ചായ കുടിക്കാൻ രാവിലെ അങ്ങ് തോന്നിയില്ല, കാരണം ഈ കട്ടൻ കാപ്പി തന്നെയാണ് ഉണ്ടാക്കിയത്. പിന്നെ രാവിലെ തന്നെ നല്ലൊരു ഭംഗിയുള്ളൊരു ചേട്ടനെ കണ്ടു കേട്ടോ. നല്ല വായുനോട്ടമായിരുന്നു അവിടെ ഇരുന്ന്. എൻ്റെ വിൻഡോക്കടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് കാണാൻ പറ്റണ കാരണം അവിടെ നിന്ന് വായി നോക്കിക്കൊണ്ടാണ് ഇന്ന് ചായയൊക്കെ കുടിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ചെറുതായിട്ടൊരു ഓവർ തിങ്കിങ്ങും. മോർണിംഗ് ഉള്ളതാണ് ആ ഒരു ചടങ്ങും. അപ്പോഴത്തേക്കും ടൈം നോക്കിയപ്പോഴത്തേക്കും ഫസ്റ്റ് ജോലിക്ക് പോകാനുള്ള ടൈം ആയിരുന്നു. അപ്പോൾ ചെറുതായിട്ട് 2 ഓറഞ്ചും ഒരു പ്രോട്ടീൻ ബാറും സ്നാക്ക് എന്നുള്ള രീതിയിൽ എടുത്തായിരുന്നു. അത് കഴിഞ്ഞ് ലഞ്ച് ബോക്സ് നേരത്തെ ഇന്നലെ രാത്രി തന്നെ പാക്ക് ചെയ്ത് വെച്ചിരുന്നു. അതും മറക്കാതെ ബാഗിൽ എടുത്ത് വെച്ചു. പിന്നെ വെള്ളം മസ്റ്റാണല്ലോ. അത് കഴിഞ്ഞ് നേരെ പ്രാർത്ഥിക്കാണ്ടല്ലാണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്കൊരു എന്തോ ഒരു മിസ്സിങ് പോലെ തോന്നാണ്ട് തന്നെ എന്നും പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇറങ്ങാറ്. അപ്പം ഇങ്ങനെ ജോലിക്ക് പോകാനായിട്ട് എന്തൊക്കെയോ കാണിച്ച് ഇറങ്ങുന്ന ഒരു ചടങ്ങാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ ഹോസ്റ്റൽ തുറക്കുമ്പോൾ തന്നെ, അതായത് ഹോസ്റ്റലിൻ്റെ ഡോറ് തുറക്കുമ്പോൾ തന്നെ കാണുന്ന വ്യൂ. എൻ്റെ ഹോസ്റ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റിയുടെ നടുക്കാണ്. അപ്പം നല്ലൊരു കൺവീനിയൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. എവിടെയെങ്കിലും പോകണമെങ്കിലാണെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ്റെ കേസിലാണെങ്കിലും അല്ലാണ്ട് ഇപ്പം ഇന്ത്യൻ സ്റ്റോറിലൊക്കെ പോകണമെങ്കിൽ ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. കാര്യം സിറ്റിയുടെ നടുക്കായതുകൊണ്ട്. ഇത് യെല്ലോ ട്രാം കേട്ടോ. പിന്നെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ പിന്നെ ഇത് ഞെക്കണം, എന്നാലും നമുക്ക് റോഡ് ക്രോസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പച്ച സിഗ്നൽ പോലെ കാണിക്കുമ്പോൾ നമുക്ക് ക്രോസ് ചെയ്യാം. അങ്ങനെയാണ് ഇവിടുത്തെ സംഭവം എന്ന് പറഞ്ഞത്. ഇപ്പോൾ ബസ് സ്റ്റോപ്പ് അല്ലെങ്കിൽ ട്രാം സ്റ്റോപ്പ് എന്ന് പറഞ്ഞത് തൊട്ട് ചേർന്ന കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് അപ്പോൾ തന്നെ ഞാൻ ചെന്ന് 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ട്രാം വന്നായിരുന്നു. ട്രാമിൽ കയറി ഇരുന്ന് അവിടെ നിന്നൊരു 15 മിനിറ്റ് അടുത്തില്ല, തൊട്ടടുത്ത് തന്നെയാണ് ഞാൻ പോകുന്ന സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം ഒരു പാട്ടൊക്കെ കേട്ടിരുന്നാണ് എപ്പോഴും പോവാറ്. അതൊരു മോർണിംഗ് പാട്ടൊക്കെ കേട്ട് ട്രാമിലൊക്കെ ഇരുന്ന് പോകുന്നത് ഒരു നല്ലൊരു ഫീലിംഗ് ആയിട്ട് കരുതുന്ന ഒരാളാണ്. ഇത് നല്ലൊരു പള്ളിയല്ലേ, ഞാൻ വ്യൂ എടുത്തപ്പോൾ കണ്ടുവെന്നേ ഉള്ളൂ. പിന്നെ എൻ്റെ മുഖം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എടുത്ത് നോക്കുന്നുണ്ട്. നല്ല ഉറക്കപ്പിച്ച പോലെ തോന്നി. കാര്യം ഞാൻ വൈകിയാണ് കിടന്നത്, പക്ഷെ നേരത്തെ എണീക്കേണ്ടി വന്നു. പിന്നെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇറങ്ങുന്ന സ്ഥലം എത്തി. ഇറങ്ങുന്ന സ്ഥലത്ത് നിന്ന് ഒരു 2-3 മിനിറ്റ് നടക്കാനുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് ജോലിക്ക് എത്താറായി. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ അകത്ത് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. കാര്യം കൊച്ചിങ്ങളുടെ കൂടെ ആയതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. സെൻറ്ററിൽ ചെന്നപ്പോൾ തന്നെ 2 രീതിയിലാണ് യൂഷ്വലി സൈൻ ചെയ്യുന്നത്. ഒന്ന് ബുക്കിലും പിന്നെ ഡിജിറ്റലും. ഇതെൻ്റെ ഫ്രണ്ടാട്ടോ. ഫ്രണ്ട് റെഡിയായി വന്നേക്കുന്നത് കണ്ടപ്പോഴാണ് ഞാൻ ഓർത്തത്, എൻ്റെ ദൈവമേ ബുക്ക് വീക്കിന് റെഡിയായി വന്നല്ലോ എന്ന്. പിന്നെ എന്തോ ഭാഗ്യത്തിന് കൊളീഗ് എക്സ്ട്രാ സാധനങ്ങൾ കൊണ്ടുവന്നേക്കണ കാരണം ആളുടെ നിന്നൊരു തൊപ്പി എനിക്ക് തന്നു. അത് വെച്ചിട്ട് ഹാരി പോട്ടർ അത് ഞാൻ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് ചെയ്തത്. To find something for, full time. ജോലിക്ക് കയറി ഉച്ചയായപ്പോഴത്തേക്കും എൻ്റെ ബ്രേക്കിൻ്റെ ടൈമായി. എനിക്ക് 50 മിനിറ്റ് ബ്രേക്കായിട്ടുള്ളത്, അതായത് 15 മിനിറ്റ്സ്. അതിനകത്ത് 30 മിനിറ്റ്സ് അൺപെയ്ഡും ബാക്കി 20 മിനിറ്റ്സ് പെയ്ഡുമാണ്. അങ്ങനെയുള്ള രീതിയിലാണ് എൻ്റെ ബ്രേക്ക് എന്ന് പറയുന്നത്. പിന്നെ ലഞ്ച് ഞാൻ കൊണ്ടുവന്നായിരുന്നു. പിന്നെ എനിക്ക് എപ്പോഴും ഇങ്ങനെ ചൂടുള്ള എന്തെങ്കിലും കുടിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. എനിക്ക് ഈ തണുപ്പിൻ്റെ ക്ലൈമറ്റ് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഇപ്പോൾ എൻ്റെ ഒരു ഫേവറേറ്റ് ടീ ആണ് ഈ ലെമൺ ആൻഡ് ജിഞ്ചർ എന്ന് പറഞ്ഞിട്ട്. അവിടെ പല ഫ്ലേവർ ഉണ്ട്, ഞാൻ യൂഷ്വലി അതാണ് എടുക്കാറ്. അപ്പോൾ ചായ കുടിച്ച് അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ലഞ്ചിന് കൊണ്ടുവന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറും, എനിക്ക് തോന്നുന്നു ലെമൺ റൈസാണോ അതെയോ തൈര് സാദമോ അങ്ങനെ എന്തോ സംഭവം, പ്ലസ് ഓംലെറ്റും പിന്നെ കുറച്ച് അച്ചാറും ആയിരുന്നു. പിന്നെ അതിൻ്റെ ഒപ്പം ഈ പറഞ്ഞ ഒരു ചായയും ഉണ്ടാക്കി. ഈ 50 മിനിറ്റിൻ്റെ ബ്രേക്കിലാണ് എന്തൊക്കെയൊക്കെ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഓർത്ത് ഒരു ഓറഞ്ച് തിന്നത് ഓവർ തിങ്കിങ് കുറയ്ക്കാമെന്ന്. പിന്നെ ആ ഒരു 50 മിനിറ്റ് എങ്ങനെ തീർക്കണം എന്നതായിരുന്നു എൻ്റെ അടുത്ത ചടങ്ങ്. അപ്പോൾ കുറച്ച് നേരം ഇരുന്നും കിടന്നുമൊക്കെ തീർത്തു. പിന്നെ വൈകിട്ടായപ്പോഴത്തേക്കും എൻ്റെ ജോലി കഴിഞ്ഞ് ഞാൻ ഇറങ്ങി.
പിന്നെ നേരത്തെ പോലെ പറഞ്ഞ പോലെ 2 മിനിറ്റ് അടുത്ത് എനിക്ക് ട്രാമിൻ്റെ സ്റ്റോപ്പിലോട്ട് നടക്കാനുണ്ട്. അപ്പോൾ ഞാൻ എന്നും കാണുന്നൊരു അമ്മൂമ്മേനുണ്ട്, ആ അമ്മൂമ്മേനൊക്കെ കണ്ട് സംസാരിച്ചാണ് ഞാൻ പോകുന്നത്. കാരണം ഞാൻ അത്ര സന്തോഷിച്ച് പോകുന്നത്. പിന്നെ നോക്കിയപ്പോൾ ഇതേ ഒടുക്കത്തെ മഴ, ഒടുക്കത്തെന്നല്ല എന്നാലും നല്ലൊരു ചാറൽ പെയ്യുണ്ടായിരുന്നു. അപ്പം ഇതാണ് എൻ്റെ ട്രാം സ്റ്റോപ്പ് എന്ന് പറയുന്നത്. മഴയുള്ളതാണ് ഞാൻ കുറച്ച് മാറി അവിടെ വെയിറ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. പിന്നെ ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ട്രാം വന്നു. ട്രാമിൽ കയറി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഹോസ്റ്റലെത്തി. ഹോസ്റ്റലിൻ്റെ അവിടെ നിന്ന് പിന്നെയും ഒരു 2 മിനിറ്റ് നടക്കാമെന്നുള്ള രീതിയിൽ. അത്യാവശ്യം ഈ ഒരു വൈകിട്ടായപ്പോഴത്തേക്കും നല്ല തിരക്കുള്ള ടൈമാണ്. കാര്യം എല്ലാവരും ജോലി കഴിഞ്ഞ് വരുന്നൊരു സമയമാണ്. പക്ഷെ മഴയായതെന്നാണ് തോന്നുന്നു, അങ്ങനെ അധികം പേര് ഞാൻ കണ്ടില്ല. പിന്നെ അപ്പോഴത്തേക്കും പിന്നെ ഹോസ്റ്റലിലെത്തിയപ്പോൾ അവിടെ കുറേ ഇങ്ങനെ ഫ്രീ ഡോണറ്റ്സ് എന്നുള്ള രീതിയിൽ എന്തൊക്കെയോ ഇരിക്കുന്ന കണ്ടു. പിന്നെ അവിടുത്തെ എന്തെങ്കിലും ആട്ടെ വിശക്കണമെന്ന് പറഞ്ഞാൽ ആ ഒരു മധുരമുള്ള, ഞാൻ മധുരപ്രിയൊന്നുമല്ല എന്നാലും അതിരുന്ന് കഴിച്ചു. അതെല്ലാം കഴിഞ്ഞ് നേരെ കുളിച്ച്, യൂഷ്വലി ഞാൻ വീട്ടിലിടുന്ന ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെയൊക്കെയാണ്. കാര്യം ഇത് ഭയങ്കര കംഫിയാണ്. ഇങ്ങനെ ലൂസായിട്ടുള്ള ടീഷർട്ടും പാൻസും ഇതൊക്കെ ഞാൻ കൊച്ചുങ്ങളുടെ സെഷനിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. അതാണ് ഏറ്റവും വലിയ കോമഡി. കാര്യം എൻ്റെ സൈസ് കിട്ടണമെങ്കിൽ ഞാൻ കൊച്ചുങ്ങളുടെ സെഷനിൽ തന്നെ പോകണം. പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചൂടോടെ കാപ്പിയോ ചായയോ കുടിക്കൽ എന്നതാണ്. അത് മസ്റ്റായിട്ടുള്ളൊരു സംഭവം കേട്ടോ. ഇപ്പോൾ പാൽ ഒഴിച്ച് തന്നെ കുടിക്കാൻ ഓർത്തു. ഞാനങ്ങനെ പാൽ ചായയും കാപ്പിയും അധികം കുടിക്കാൻ പ്രിഫർ ചെയ്യാറില്ല. എനിക്കറിയില്ല എന്താ സംഭവം എന്ന്. നാട്ടിലെ പോലെ അങ്ങനെ നമ്മൾ സ്റ്റൗവിലൊന്നുമല്ലല്ലോ ഉണ്ടാക്കുന്നത്, അതുകൊണ്ടായിരിക്കും. പിന്നെ ഫ്രണ്ട് എന്തോ ഇതിന് നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി വെച്ചായിരുന്നു. അതാണ് കുക്കിങ്ങിനെ പറ്റി ചിന്തിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എഡിറ്റ് ചെയ്യാമെന്ന് ഓർത്തപ്പോൾ ഞാൻ ഓർത്തന്ന് കിടന്ന് എഡിറ്റ് ചെയ്യാം, അപ്പോൾ നമുക്ക് ബോഡി റെസ്റ്റും ആവുമല്ലോ എന്നൊക്കെ വിചാരിച്ച് കിടന്നൊക്കെയാണ് എഡിറ്റ് ചെയ്ത്. അത് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും ദേ കിടക്കുന്നു രാത്രി. അപ്പോഴത്തേക്കും അടുത്ത ജോലിക്ക് പോകേണ്ട ടൈമായി. എൻ്റെ രണ്ടാമത്തെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മെക്ഡൊണാൾഡ്സിൽ ഷിഫ്റ്റ് മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ പെർത്തിൽ ഈ ഒരു ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്. ഞാൻ മെൽബണിലേക്ക് മൂവ് ചെയ്തപ്പോൾ എനിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ കിട്ടിയാണ് ഞാൻ വന്നത്. അപ്പോൾ അത് കാരണം എനിക്ക് വന്നപ്പോൾ തന്നെ ഈ ഒരു ജോലിയുള്ള കാരണം എനിക്ക് ജോലീനെ പറ്റി വലിയതായിട്ട് വറി ചെയ്യേണ്ടി വന്നില്ല. അത് വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ കരുതുന്നു. പിന്നെ ഞാൻ കുറേ പുട്ടിയൊക്കെ വാരിയിട്ട് എന്തൊക്കെയോ കോപ്രായം കാണിക്കുന്നൊരു ചടങ്ങാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം തണുപ്പായതുകൊണ്ട് ഈ ഒരു കറുത്ത ഇത് ഞാൻ എപ്പോഴും യൂണിഫോമിൻ്റെ മേലിടാറുണ്ട്. അപ്പം അത്യാവശ്യം തണുപ്പിന് നല്ലതാണ് എന്നുള്ളൊരു ഓർത്തിട്ട് പിന്നെ നേരെ പ്രാർത്ഥിച്ച് ഞാൻ താഴോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും എൻ്റെ ഒരു ചങ്ക് എനിക്ക് ഫുഡ് എടുത്തു വെച്ചായിരുന്നു ഞാൻ ലേറ്റായിട്ട് എന്ന് അറിഞ്ഞിട്ട്. അപ്പം അങ്ങനെയൊക്കെ കുറച്ച് ചങ്ക്സൊക്കെ ഉള്ളത് വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് കരുതുന്നൊരു വ്യക്തിയായിട്ടോ ഞാൻ. ഇതാണ് നമ്മുടെ അടുത്ത ചങ്ക് എന്ന് പറയുന്നത്. എൻ്റെ ദൈവമേ, ഇവളെയൊന്നും പറ്റി പറയാനില്ല. എൻ്റെ വീഡിയോസിലൊക്കെ നിങ്ങൾ കാണാറുണ്ട്. ഇവളൊക്കെ എനിക്ക് ഭയങ്കര ക്ലോസ് ആണ്. ഇവക്കൊക്കെ അതറിയുമോ എനിക്കറിയില്ല. നമ്മൾ അത്രേ എന്താ പറയുക ഫണ്ണി ആയിട്ടാണ് എപ്പോഴും പറയാറ്. നമ്മളങ്ങനെ സീരിയസ് ആയിട്ടൊന്നും പറയാറില്ല. ഞാൻ എപ്പോഴും ഫണ്ണി ആയിട്ട് അല്ലെങ്കിൽ തമാശയ്ക്ക് പറയുന്നൊരു കാര്യമുണ്ട്. പുറം രാജ്യത്ത് താമസിക്കുന്നവരുടെ ഫാമിലി എന്ന് പറയുന്നത് അവരുടെ ഫ്രണ്ട്സാണ്. അപ്പം നിങ്ങളാണ് എൻ്റെ ഫാമിലി എന്ന് ഞാൻ ഇടയ്ക്ക് തമാശ പോലെ പറയാറുണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ തന്നെയാട്ടോ എൻ്റെ ഫാമിലി ഇവിടെ എന്നുള്ളത്. കാര്യം നമുക്കങ്ങനെ ക്ലോസ് ആയിട്ടൊന്നും പറയാൻ വേറെ ആരും ഇല്ലല്ലോ. Hi guys! Please subscribe to her YouTube channel, which is Explore with പിന്നെ രാത്രി അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു. ഞാൻ കുട എടുത്തില്ല. ഇവളോട് ഞാൻ പറഞ്ഞു എടി ചെറിയ മഴയാന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ കുട എടുത്തില്ല. അവളതും പറഞ്ഞ് എന്നെ കളിയാക്കി. ഇവളുടെ മമ്മി ഇത് കാണണമെങ്കിൽ മമ്മി താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മൈ ചാനൽ. എൻ്റെ ഏത് വീഡിയോ വന്നാലും ഷെയർ ചെയ്യുന്ന ഒരാളാണ് ഇവളുടെ മമ്മി എന്ന് പറഞ്ഞാൽ എൻ്റെ വലിയൊരു സപ്പോർട്ടറാണ്. കഴിഞ്ഞ് സ്റ്റോപ്പിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ദൈവമേ ഒടുക്കത്തെ കാറ്റ്, ഞങ്ങൾ പറന്നു പോകുന്നൊരവസ്ഥ. കാണുന്ന ഒരു മെക്ഡിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. മെക്ഡിന്ന് നമ്മൾ മെക്ഡൊണാൾഡ്സിന് ഷോർട്ടായിട്ട് ഇവിടെ പറയുന്നതാണ്. അപ്പോൾ അങ്ങനെ വലിയതായിട്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാര്യം എൻ്റെ ഈ ഒരു ഷിഫ്റ്റ് ഞാൻ എടുക്കുന്ന ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൈഡേ ആണ്. ഫ്രൈഡേ സാറ്റർഡേ ഇവിടെ എന്തൊരു തിരക്കാന്ന് ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ചെല്ലുമ്പോൾ തന്നെ ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഓർക്കണം, അല്ലെങ്കിൽ അതിന് വേണ്ടി മൈൻഡ് പ്രിപ്പയർ ചെയ്യാമെന്നാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോറിലാണ് ഞാൻ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നത്. എൻ്റെ ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10:30 to 7 ആയിരുന്നു. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇതായിരുന്നു. ഞാൻ അങ്ങനെ വലിയ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല, ഭയങ്കര നല്ല തിരക്കായിരുന്നു. പിന്നെ ഞാൻ ചെറുതായിട്ട് ഒരു രാത്രി കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് കുറച്ച് എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തൊരു ബർഗർ എടുത്ത് വന്നപ്പോഴത്തേക്കും ഇതേ കിടക്കണം. കണ്ടിന്യൂസ് ആയിട്ട് പ്രാങ്ക് കോൾസ് എപ്പോഴും ഇങ്ങനെ കുഞ്ഞു പിള്ളേർ രാത്രിയാകുമ്പോൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും, എന്തെങ്കിലുമൊക്കെ ചുമ്മാ പറഞ്ഞുകൊണ്ട് കുറേ പ്രാങ്ക് കോൾസ്. പിന്നെ എനിക്കതൊക്കെ ശീലമായതുകൊണ്ട് ഞാനതൊക്കെ കേട്ട് അങ്ങനെ ഇരുന്നു. പിന്നെ രാവിലെ ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ
ക്യാഷ് കൗണ്ട് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. എനിക്കപ്പോൾ ക്യാഷ് കൗണ്ട് ചെയ്യണം, ചെക്ക് ചെയ്യണം, സേഫ് ബാലൻസ് ആണോ എന്ന് നോക്കണം. അതൊക്കെയാണ് എൻ്റെ മോർണിംഗ് വേറെയുള്ള പരിപാടി. അതുകൂടാണ്ട് ഫുഡ് സേഫ്റ്റി ഉള്ള സംഭവമുണ്ട്. ഇപ്പം നിങ്ങൾ കണ്ടത് മോർണിംഗ് ഉണ്ടാവുന്ന കോഫി ഓർഡേഴ്സിൻ്റെ തിരക്കാണ്. അപ്പോൾ രാവിലെ കോഫി ഓർഡേഴ്സിന് ഞാൻ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോവും. ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും, കാര്യം 7 മണിയാകുമ്പോഴത്തേക്കും എൻ്റെ ഷിഫ്റ്റ് തീരും. പിന്നെ 7 മണി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ട്രാം സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഇന്ന് എൻ്റെ അത്രയേ ഉള്ളൂ. ഇനി കാണുന്നവരെ ബൈ ബൈ.